ഓസ്ട്രേലിയ ക്രിക്കറ്റ് ധമാക്ക തുടരുന്നു. ഡോക്ടർ അജിത് കുമാർ തുടരുകയാണ്. ഡോക്ടർ അജിത് കുമാർ, നമുക്ക് 20-ാം തീയതി നടക്കുന്ന ഓസ്ട്രേലിയ പാകിസ്ഥാൻ ക്വാർട്ടർ ഫൈനൽ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയാണ്. കാരണം രണ്ട് പ്രധാനപ്പെട്ട ശക്തികൾ തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടുന്നത്. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് അവരുടെ സ്വന്തം നാട്ടിൽ സ്വന്തം കാണികളുടെ മുന്നിൽ കളിക്കുന്നു എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ആദ്യം വളരെ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി ഇപ്പോൾ അവർ മികച്ച താളം കണ്ടെത്തിയിരിക്കുന്നു. പാകിസ്ഥാൻ ടീമിനെ അത്ര നിസ്സാരരായി കാണരുതെന്നാണ് സ്റ്റീവോയും അതുപോലെ തന്നെ റിക്കി പോണ്ടിങ്ങും എല്ലാം ഓസ്ട്രേലിയൻ താരങ്ങളോട് ഉപദേശം നൽകിയിരിക്കുന്നത്. എന്തായിരിക്കും ഒരു ഫലമെന്നാണ് താങ്കൾ കാണുന്നത്? പാകിസ്ഥാനെ അത്ര നിസ്സാരരായി കാണാൻ നമുക്ക് ഈ ഒരു സമയത്ത് കഴിയുമോ? തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ ഓസ്ട്രേലിയ നല്ല ഫോമിലാണ്. ഇത്രയും നല്ല ഫോമിൽ എനിക്ക് തോന്നുന്നില്ല ബാക്കി ഏതെങ്കിലും ടീമുണ്ടെന്ന്. ന്യൂസിലൻഡോട് തോറ്റു, സംശയിക്കണ്ട. പക്ഷെ എന്തൊരു തോൽവിയായിരുന്നു. വെറും 152 റണ്ണിന് ഓൾ ഔട്ടായ ഓസ്ട്രേലിയയുടെ അഗൻസ്റ്റ് ന്യൂസിലൻഡ് 9 വിക്കറ്റാണ് പോയത്. അത് കാണിക്കുന്നത് ഓസ്ട്രേലിയൻ കരുത്താണ്. എത്ര പ്രതിസന്ധി ഘട്ടത്തിലും തരണം ചെയ്യാനുള്ള ഒരു ബാറ്റിങ്ങും ബോളിംഗ് ലൈനപ്പും ഓസ്ട്രേലിയക്കുണ്ട്. ഇന്ന് ഏറ്റവും ബെസ്റ്റ് ടീം നമ്മളെടുത്ത് നോക്കിയാൽ ഓസ്ട്രേലിയ തന്നെയാണ്. കാരണം അത്രയും നല്ലതായിട്ട് അവരുടെ പ്രിപ്പറേഷൻ, ഈ ടൂർണമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അവരുടെ ആ ഒരു പ്രതിബദ്ധത, ഇതെല്ലാം നമുക്ക് കാണാം. ഒരാൾ പോലും ഫോമിലില്ലാത്ത ഒരു പ്ലെയറിന് പോലും അവിടെ സ്ഥാനമില്ല. സെൻറ്റിമെൻ്റ് എന്നൊരു കാര്യത്തിന് ഓസ്ട്രേലിയൻ ടീമിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം. വാട്സനെ ഒരു പ്രശ്നമില്ലാണ്ട് അവർ ഡ്രോപ്പ് ചെയ്തു. വീണ്ടും അദ്ദേഹം ഫോം ഇങ്ങോട്ട് എടുത്തു എന്ന് തോന്നുമ്പോൾ തിരിച്ചെടുത്തു. അല്ല, അവരുടെ ആ ഒരു സ്റ്റൈൽ ഇത്തവണ അവർ വിജയിക്കാൻ വേണ്ടി ഇറങ്ങിയ പോലെയാണ്. കാരണം അവർ ഓരോ മത്സരം നമ്മളെടുത്ത് കണ്ടാൽ മനസ്സിലാവും. ന്യൂസിലൻഡായിട്ടുള്ള ഒരു മത്സരം നമ്മൾ മാറ്റി നിർത്തിയാൽ ബാക്കി 5 മത്സരങ്ങളും ആധികാരിക വിജയങ്ങളാണ്. ഇംഗ്ലണ്ട് ആയിക്കോട്ടെ, ഏറ്റവും അവസാനം സ്കോട്ട്ലൻഡായിട്ട് കുറ്റന്മാരായ സ്കോട്ട്ലൻഡിനോടുള്ള കളി 130-നല്ലേ അവർ ഓൾ ഔട്ടാക്കിയ സ്കോട്ട്ലൻഡിനെ. മറ്റ് മത്സരങ്ങൾ നമ്മൾ എടുത്ത് നോക്കൂ. ഓരോ ശ്രീലങ്കയായിട്ട് 376 റൺ, ശ്രീലങ്ക 316 വരെ എത്തി. പക്ഷെ അവർക്കറിയാമായിരുന്നു ശ്രീലങ്ക നല്ല ബാറ്റിംഗ് സൈഡാണ്. അപ്പോൾ അവർ ശരിക്ക് അവരോടുള്ള കളിയും ശരിക്കും മെച്ചപ്പെട്ട രീതിയിലായിരിക്കണമെന്ന്. വെൽ ഓർഗനൈസ്ഡ്. കഴിഞ്ഞ 8-ാം തീയതി ഞാൻ കളി കണ്ടതുകൊണ്ട് ഞാൻ പറയുകയാണ്, വെൽ ഓർഗനൈസ്ഡ് മാച്ചായിരുന്നു. അവർ 376 നിലയിൽ ഒരു 350 എന്ന നിലയിലേക്ക് എത്തുന്നറിയാം. അവർക്കൊരു 10-25 റൺ അവർക്ക് ബോണസായിട്ട് കിട്ടിയതാണ്. ബോളിംഗ് ആണ് അവരുടെ ഒരു ചെറിയൊരു പ്രശ്നം, സംശയിക്കേണ്ട. 3 നല്ല ഫാസ്റ്റ് ബോളേഴ്സ് ഉണ്ടെങ്കിലും പലപ്പോഴും ഇവർ 3 പേരും ഒന്നിച്ചൊരു ടാൻഡമിൽ ബോൾ ചെയ്യുന്നില്ല. അതാണ് ഇവരുടെ ഒറ്റ പ്രശ്നം. 3 പേരും അതേ ഫോമിലാണെങ്കിൽ സംശയിക്കേണ്ട, പാകിസ്ഥാന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഒരു നല്ലൊരു പുതുമയേറിയ കാര്യങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്, ഓസ്ട്രേലിയൻ ടീമിനും പാകിസ്ഥാൻ ടീമിനും ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ഒരു അതിപ്രസരം. മിച്ചൽ സ്റ്റാർക്കും മിച്ചൽ ജോൺസണും ഇപ്പുറത്ത്, മറ്റിടത്ത് ഇർഫാൻ തിരിച്ചു വരുമെന്ന് വിശ്വസിക്കുന്നു. വക്കാബ്രിയാസ് മറ്റിടത്ത്. വക്കാബ്രിയാസ് കഴിഞ്ഞ മത്സരത്തിൽ 150+ എറിഞ്ഞ ആളാണ്. അപ്പം ഫാസ്റ്റ് ബോളർ, ലെഫ്റ്റ് ആം ഫാസ്റ്റ് ബോളർമാരുടെ ഒരു മത്സരം. ബാറ്റിംഗ് എടുത്ത് നോക്കിയാൽ കാര്യം സർഫറാസ് ഒന്നോടെ പെട്ടെന്ന് അവരുടെ ഓപ്പണിങ്ങിൻ്റെ പ്രശ്നം അവർക്ക് തീർന്നു. ആദ്യമായിട്ടാണ് ഒരു നല്ലൊരു ഓപ്പണിംഗ് സ്റ്റാൻഡ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷെ മറ്റ് മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോൾ പഴയ മിസ്ബി അല്ലാതെ ബാക്കിയെല്ലാവരും അത്രയും വലിയ ഫോമിലാണോ എന്ന് സംശയമുണ്ട്. അതാണ് അവരുടെ ഒരു പ്രശ്നം. മിഡിൽ ഓർഡർ പറയത്തക്ക വിധത്തിൽ ക്ലിക്ക് ചെയ്തിട്ടില്ല. കാര്യം ശരിയാണ്, അവർ വിജയിച്ചത് നമ്മൾ എടുത്ത് നോക്കിയാൽ ഇപ്പോൾ സിംബാബ്വെ ആയിട്ടുള്ള മത്സരം 235 റൺ എടുത്തു, എന്നിട്ട് 20 റൺസിന് ജയിച്ചു. സൗത്ത് ആഫ്രിക്കയായിട്ട് 222 റൺസ്, എന്നിട്ടും ജയിച്ചു. ഇന്ത്യയായിട്ട് മത്സരം തോറ്റെങ്കിലും ദയനീയമായ വിധം അവർ വെസ്റ്റ് ഇൻഡീസിനോട് പരാജയപ്പെട്ടു. UAE ആയിട്ടുള്ള മത്സരത്തിൽ മാത്രമാണ് ചെറുതായിട്ട് അവരൊരു ആധികാരികത കാണിച്ചത്. അപ്പോൾ പാകിസ്ഥാൻ്റെ എല്ലാ മത്സരങ്ങളും നമ്മൾ എടുത്ത് നോക്കിയാൽ അവിടുന്ന് കടന്നു കളിയാണ്. അയർലൻഡായിട്ടുള്ള മത്സരം അതുപോലെ തന്നെ. അപ്പോൾ ഓരോ മത്സരം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആ ഒരു നാലാമത്തെ ക്വാർട്ടർ ഫൈനലിലേക്ക് പോകുമ്പോൾ പ്രധാനമായും ന്യൂസിലൻഡ് വെസ്റ്റ് ഇൻഡീസ് പോരാട്ടമാണ്. വെല്ലിംഗ്ടണിലാണ് മത്സരം നടക്കുന്നത്. മറ്റു മത്സരങ്ങളെല്ലാം 9 മണി ആ ഒരു സമയത്ത് നടക്കുമ്പോൾ 6:30 മണിക്ക് നടക്കുന്ന ഒരു മത്സരം, ക്വാർട്ടർ ഫൈനൽ മത്സരം ഇത് തന്നെയാണ്. നമുക്കറിയാം ന്യൂസിലൻഡിൻ്റെ കാര്യം, അവർ ലോകകപ്പ് ഒരു ആഘോഷമാക്കി കഴിഞ്ഞു. കപ്പ് നേടുക എന്നുള്ളത് മാത്രമാണ്, ആ കപ്പിൽ മുത്തമിടുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ന്യൂസിലൻഡുകാർ സ്വപ്നം കാണുന്നത്. ഒരുപക്ഷെ വിൻഡീസുമായുള്ള ആ ഒരു പോരാട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തായിരിക്കും നടക്കുക എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. എങ്കിൽ കൂടിയും ബ്രണ്ടൻ മക്കല്ലവും അതുപോലെ തന്നെ സഹ താരങ്ങളുമെല്ലാം അടങ്ങുന്ന ന്യൂസിലൻഡ് നിര നല്ല ഫോമിൽ തന്നെയാണ്. വിൻഡീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു പോരാട്ട വീര്യം എത്രയോ 10 മടങ്ങ് വലുതു തന്നെയാണ്.
എന്ത് സാധ്യതയാണ് താങ്കൾ കാണുന്നത്? ന്യൂസിലൻഡ് തന്നെയല്ലേ അവിടെ അല്പം മുൻതൂക്കം? തീർച്ചയായിട്ടും. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് നമുക്ക് വിശ്വസിച്ചൂടാ. അവരേത് ദിവസമാണ് ക്ലിക്ക് ചെയ്യണമെന്നറിയില്ല. അവർ ക്ലിക്ക് ചെയ്താൽ ചിലപ്പോൾ 400 റൺ എടുത്തെന്ന് വരും. അതാണ് അവരുടെ പ്രശ്നം. ഇത്രയും സ്ഥിരതയില്ലാത്ത ഒരു ടീമാണ് വെസ്റ്റ് ഇൻഡീസ്. ശരിക്കും നല്ല പഴയ വെസ്റ്റ് ഇൻഡീസ് ടീമായിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ചിലപ്പോൾ അവർ ന്യൂസിലൻഡിന് ഒരു നല്ലൊരു ഫൈറ്റ് കൊടുക്കുമെന്ന്. വേണമെങ്കിൽ 6:30 തുടങ്ങിയ മത്സരം 10 മണിയാകുമ്പോഴേക്കും നമുക്ക് തീർന്നു തരും. നമ്മുടെ 6:30 അതിൽ ന്യൂസിലൻഡിൽ 2:30. അവർ ആ മത്സരം വേണമെങ്കിൽ വൈകുന്നേരം ലൈറ്റ്സ് തീരുന്നതിന് മുമ്പ് വേണമെങ്കിൽ അവർ ആദ്യം ബാറ്റ് ചെയ്ത് പല 120 ഓൾ ഔട്ട് ടൈപ്പ് കളി നോക്കാൻ സാധ്യതയുണ്ട്. അതും കൂടി നടക്കാം. വേണമെങ്കിൽ അവർ ആദ്യം ബാറ്റ് ചെയ്ത് 400 റൺ എടുക്കാനും സാധ്യതയുണ്ട്. പ്രശ്നം ഇതേ ഉള്ളൂ. നമുക്ക് വെസ്റ്റ് ഇൻഡീസിനെ ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസാണ് ഒരു അൺഡിസർവിങ് ടീം ഈ ക്വാർട്ടർ ഫൈനലിൽ. അവരൊരിക്കലും ഡിസർവ് ചെയ്തില്ല. ശരിക്കും അയർലൻഡാണ് ഡിസർവ് ചെയ്തത്. പക്ഷേ അയർലൻഡിന് ഈ റൺ റേറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം മാത്രമാണ് അവർ പിന്നോട്ട് പോയത്. കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു റൺ റേറ്റ് അവരെടുത്തിരുന്നെങ്കിൽ, കുറച്ചും കൂടി ഇത് ജയിക്കാനായിട്ട് കളിച്ചിരുന്നെങ്കിൽ സംശയിക്കേണ്ട, അയർലൻഡ് ക്വാളിഫൈ ചെയ്തിരുന്നെങ്കിൽ ന്യൂസിലൻഡിലെ മത്സരം കുറച്ചും കൂടി കനത്തതായതിന്. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. വേണമെങ്കിൽ അവർ ന്യൂസിലൻഡ് അടിച്ചിട്ട് തരുന്നു വരും, എന്നാൽ വേണമെങ്കിൽ ന്യൂസിലൻഡ് വളരെ ഈസി ആയിട്ട് ജയിക്കുകയും വരും. ന്യൂസിലൻഡ് ഭാഗത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ന്യൂസിലൻഡ് വളരെ കാര്യക്ഷമതയോടെ കളിച്ചേ പറ്റൂ. കാരണം ഏറ്റവും സെറ്റ് ടീമാണ് ഇപ്പോൾ ന്യൂസിലൻഡ്. ഓസ്ട്രേലിയ കഴിഞ്ഞാൽ ഏറ്റവും സെറ്റ് ടീം ന്യൂസിലൻഡാണ്. ഓരോ പൊസിഷനും ഓരോരുത്തർ. 2 ഓപ്പണേഴ്സ് കൃത്യമായിട്ട് മെക്കല്ലവും ഗുപ്തിലും. 1 ഡൗൺ വരുമ്പോൾ തന്നെ കെയ്ൻ വില്യംസൺ വരുന്നു. 2 ഡൗൺ ആയിട്ട് റോസ് ടെയ്ലർ. അതൊരു ചേഞ്ചും ഇല്ലാതെ കൃത്യതയോടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഡാനിയൽ വെറ്റോറി എന്നുള്ള ആ ഒരു പ്ലെയർ, ശരിക്കും ഞാൻ ന്യൂസിലൻഡ് ടീം ലോകകപ്പ് വിജയിക്കുന്നത് ഡാനിയൽ വെറ്റോറിക്ക് വേണ്ടിയിട്ടാണെന്ന് പോലും അവർ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം വെറ്റോറിയുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ, 2 മത്സരത്തിലുള്ള ആ വിജയം, കാരണം എങ്ങനെ ഒരു സീനിയർ പ്ലെയറിൻ്റെ ഒരു ഗുണം അവർ കാണിച്ചു. പക്ഷെ അത് ഈ ഭാഗത്ത് ഗെയിലിൻ്റെ ഭാഗത്തൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വെസ്റ്റ് ഇൻഡീസ് തോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. സംശയിക്കേണ്ട, മത്സരം കടുത്തതായിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും മുൻതൂക്കം ന്യൂസിലൻഡിന് തന്നെ. ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. ലോകകപ്പിൽ വീണ്ടും ഒരു ഇന്ത്യ പാക് സെമി പോരാട്ടം വന്നെത്തിയാൽ അതിശയിക്കാനില്ല. കാരണം ക്വാർട്ടർ ഫൈനൽ ലൈനപ്പ് പ്രകാരം അതിന് സാധ്യത ഏറെയാണ്. ക്രിക്കറ്റ് ലോകം ഒന്നാകെ കുതിക്കുന്നത് ആ ക്ലാസിക് പോരാട്ടത്തിനാണ്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ അരങ്ങേറിയത് 2011-ലാണ്. അന്ന് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഓസീസിനെ തോൽപ്പിച്ചപ്പോഴായിരുന്നു പരമ്പരാഗത വൈരികളെ എതിരാളികളായി കിട്ടിയത്. മൊഹാലിയിൽ നടന്ന ആ സ്വപ്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ 29 റൺസിന് പാകിസ്ഥാനെ തോൽപ്പിച്ച് ഫൈനലിൽ കടന്ന ടീം ഇന്ത്യ ഫൈനലിലും വിജയിച്ച് കപ്പെടുത്തു. 4 വർഷത്തിനും ഇപ്പുറം ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ലൈനപ്പിൽ ബദ്ധശത്രുക്കളായ അയൽരാജ്യങ്ങൾ വീണ്ടും ഇടം പിടിച്ചിട്ടുണ്ട്. ഇക്കുറി ക്വാർട്ടറിൽ എതിരാളികളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. മാർച്ച് 19 നടക്കുന്ന ക്വാർട്ടറിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടുമ്പോൾ മാർച്ച് 20 നടക്കുന്ന മറ്റൊരു ക്വാർട്ടർ ഫൈനലിൽ പാകിസ്ഥാൻ എതിരാളി ഓസ്ട്രേലിയയാണ്. ഇരു ടീമുകളും തങ്ങളുടെ മത്സരങ്ങളിൽ വിജയം നേടിയാൽ പോരാട്ടം നേർക്കുനേറാകും. അങ്ങനെയെങ്കിൽ ലോകകപ്പിന്റെ ചരിത്രത്തിലെ 2ാമത് നേർക്കുനേർ സെമി ഫൈനൽ പോരാട്ടമായി അത് മാറും. ധോണിയും മിസ്ബായും തമ്മിലുള്ള പോരാട്ടം എന്നതിന് ഉപരിയായി 2 രാജ്യങ്ങൾ തമ്മിലുള്ള അഭിമാന പോരാട്ടത്തിലേക്ക് നീങ്ങും. ലോകകപ്പ് ക്രിക്കറ്റ് കൊതിക്കുന്ന സ്വപ്നതുല്യമായ പോരാട്ടത്തിന്റെ ആവർത്തനം വന്നെത്തുമോ? ഓരോ ക്രിക്കറ്റ് പ്രേമിയും ആഗ്രഹിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ക്ലാസിക് പോരാട്ടത്തിനാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്. ശ്രീ അജിത് കുമാർ, ഇവിടെ ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനൽ ആ ഒരു സാധ്യതയാണ് ഇപ്പോൾ ആ റിപ്പോർട്ടിൽ വിലയിരുത്തിയത്. എന്ത് തോന്നുന്നു, അതിനുള്ളൊരു സാധ്യത എത്രത്തോളമാണ്? പ്രത്യേകിച്ചും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ നടക്കുന്ന ഒരു മത്സരമാകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ആവേശം നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഓസ്ട്രേലിയയെ പിടിച്ചുകെട്ടി പാകിസ്ഥാൻ ഇന്ത്യക്കൊപ്പം സെമി കളിക്കാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടോ? ഈ ടൂർണമെൻറ്റ് ഓസ്ട്രേലിയയിലല്ല വേറെ എവിടെയെങ്കിലും നടന്നിരുന്നെങ്കിൽ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ മത്സരം നടക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അതുകൊണ്ടാണ് ഓസ്ട്രേലിയക്ക് മുൻതൂക്കം. കാരണം വേറെ ഏത് രാജ്യത്താണെങ്കിലും ഓസ്ട്രേലിയക്കാർക്ക് ആ ഒരു രാഷ്ട്രത്തിനോടുള്ള ആ ഒരു പ്രതിബദ്ധതയില്ല. അതാണ് ഈ മത്സരത്തിൻ്റെ ഒരു വ്യത്യാസം. ഇപ്പോൾ അത് ഇന്ത്യയിൽ നടക്കുകയായിരുന്നോ, അത് ഇംഗ്ലണ്ടിലോ, അല്ലെങ്കിൽ അടുത്തവണ ഇംഗ്ലണ്ടിലാണല്ലോ ലോകകപ്പ്, ഇംഗ്ലണ്ടിലാണോ നടത്തിയിരുന്നെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റിക്ക് സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുഹമ്മദ് ഇർഫാൻ തിരിച്ചു വരണം, യൂനിസ് ഖാനും തിരിച്ചു വരണം. കാരണം അവർ രണ്ടുപേരും ഇപ്പോൾ ഇഞ്ചോർഡായിട്ടിരിക്കുകയാണ്. ഫുൾ പാകിസ്ഥാൻ ടീമിൽ ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഇവർ രണ്ടുപേരും തിരിച്ചു വന്ന് ഫുൾ പാകിസ്ഥാൻ ടീം ഉണ്ടായാൽ സാധ്യതയുണ്ട്. പക്ഷെ അത്രയും, കാരണം അവർ ഒരു ആദ്യം ഈ ഓസ്ട്രേലിയൻ ടീമിനോട് ഒരു 300+ റൺ എടുക്കാനുള്ളൊരു നിലവാരത്തിലേക്ക് അവരെത്തുമോ എന്ന് പോലും സംശയമുണ്ട്.
അങ്ങനെയാണ് അവരുടെ ബാറ്റിങ്ങിൻ്റെ ഒരു സ്ഥിരതയില്ലായ്മ. അവർ വിജയിച്ചു, നല്ല വിജയങ്ങൾ, പക്ഷെ എല്ലാം നമുക്ക് കണ്ടല്ലോ ചെറിയ ടോട്ടലുകൾ ചേസ് ചെയ്തിട്ടാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ടീമിന് പെട്ടെന്ന് ഒരു ഓസ്ട്രേലിയ പോലൊരു ടീമിനോട് വിജയിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനലാണല്ലോ നമ്മളെല്ലാവരും കാക്ഷിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്ത്യ ശ്രീലങ്ക ഫൈനലാണെങ്കിൽ ഇനിയും നല്ലത്. കാരണം ഏഷ്യൻ ശക്തികൾ 4 ഏഷ്യൻ ടീമുകളാണ് ഇത്തവണ സെമിയിലേക്ക് ക്വാർട്ടറിലേക്ക് വന്നിരിക്കുന്നത്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ബാംഗ്ലാദേശും കൂടി വന്നതോടെ കഷ്ടകാലത്തിന് ഒരു ഏഷ്യൻ ടീം ക്വാർട്ടറിൽ തന്നെ പുറത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് 4 ക്വാർട്ടറിലും 4 ഏഷ്യൻ ടീമുകളായിട്ട് ഒരു സെമി ഫൈനൽ പോരാട്ടത്തിന് ഏഷ്യൻ ടീമുകൾ തമ്മിലാവാനുള്ളൊരു സാധ്യതയുണ്ടായിരുന്നു. അതിനിപ്പോൾ സാധ്യതയില്ല. എന്നാൽ 3 ഏഷ്യൻ ടീമിൽ തീർച്ചയായിട്ടും സെമി ഫൈനലിൽ കടക്കാനുള്ളൊരു സാധ്യത തെളിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്ര കണ്ട് നടക്കും എന്ന് അറിഞ്ഞൂടാ. ഓസ്ട്രേലിയയിലാണ് മത്സരമുള്ളത് കൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സെമി ഫൈനലിനെ കുറിച്ച് എനിക്ക് അത്രയും പ്രതീക്ഷയില്ല. വളരെയധികം നന്ദി ഡോക്ടർ അജിത് കുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും ആവേശം വിതറുന്ന പോരാട്ടങ്ങൾ തന്നെയായിരിക്കും വരുന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല. എന്തായാലും 2 ദിവസം നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. 18 മുതൽ ആവേശ പോരാട്ടങ്ങൾക്ക് തുടക്കമാകും. ആവേശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈ ലോകകപ്പിൽ പൂൾ മത്സരങ്ങൾ സമാപിച്ചപ്പോൾ ഓറഞ്ച് ക്യാപ്പിനുള്ള പോരാട്ടത്തിൽ ശ്രീലങ്കയുടെ കുമാർ സംഗകാര മുന്നിൽ. അതേസമയം പർപ്പിൾ ക്യാപ്പിനുള്ള പോരാട്ടത്തിൽ ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കാണ് ഒന്നാമതുള്ളത്. കളിച്ച 6 മത്സരങ്ങളിൽ നിന്നും 4 തുടരൻ സെഞ്ചുറി ഉൾപ്പെടെ 496 റൺസെടുത്ത കുമാർ സംഗക്കാരെയാണ് ഏറ്റവും മികച്ച റൺ നേട്ടക്കാർക്കുള്ള പോരാട്ടത്തിൽ ഒന്നാമതുള്ളത്. റെക്കോർഡുകൾ പഴങ്കഥയാക്കി മുന്നേറുന്ന സംഗയ്ക്ക് ഇത് അവസാന ലോകകപ്പാണ്. 54 ബൌണ്ടറിയും 7 സിക്സറുമാണ് സംഗയുടെ ബാറ്റിൽ നിന്നും പിറന്നത്. ക്വാർട്ടർ ഫൈനലിൽ ടീം ഇടം പിടിച്ചതിനാൽ തന്നെ സംഗയുടെ പോരാട്ടം ഇനിയും നീളും. 6 മത്സരങ്ങളിൽ നിന്നും 2 സെഞ്ചുറി ഉൾപ്പെടെ 433 റൺസെടുത്ത സിംബാബ്വെ നായകൻ ബ്രണ്ടൻ ടെയ്ലറാണ് 2ാം സ്ഥാനത്ത്. ടെയ്ലറുടെ ടീം ലോകകപ്പിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. 6 മത്സരങ്ങളിൽ നിന്നും 1 സെഞ്ചുറി ഉൾപ്പെടെ 417 റൺസെടുത്ത ദക്ഷിണാഫ്രിക്കൻ നായകൻ എബി ഡിവില്ലിയേഴ്സാണ് 3ാം സ്ഥാനത്ത്. ഇതേവരെ എബി ഡിവില്ലിയേഴ്സ് നേടിയത് 20 സിക്സറുകളാണ്. അതേസമയം മികച്ച വിക്കറ്റ് വേട്ടക്കാരനുള്ള പോരാട്ടത്തിൽ ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്കാണ് ഒന്നാമത്. 5 മത്സരങ്ങൾ കളിച്ച സ്റ്റാർക്കിന് 15 വിക്കറ്റുകളാണുള്ളത്. 5 മത്സരങ്ങളിൽ നിന്നും 15 വിക്കറ്റ് വീഴ്ത്തിയ ടീം ഇന്ത്യയുടെ മുഹമ്മദ് ഷാമിയാണ് 2ാമത്. 6 മത്സരങ്ങളിൽ നിന്നും 15 വിക്കറ്റ് വീഴ്ത്തിയ ന്യൂസിലൻഡിന്റെ ട്രെന്റ് ബോൾട്ട് 3ാമതുണ്ട്. ക്വാർട്ടർ കാണാതെ പുറത്തായ സ്കോട്ട്ലൻഡിന്റെ ജോഷ് ഡേവിക്കും 6 മത്സരങ്ങളിൽ നിന്നും 15 വിക്കറ്റുണ്ട്. ഈ ലോകകപ്പിലെ ഓറഞ്ച് പർപ്പിൾ ക്യാപ്പിന് ആരൊക്കെ അവകാശിയാകുമെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് ജയ് ഹിന്ദ് ന്യൂസ്. ഇന്നും നാളെയുമുള്ള വിശ്രമ ദിനങ്ങൾ യഥാർത്ഥത്തിൽ വിശ്രമിക്കാനുള്ളതല്ല, ജീവൻ മരണ പോരാട്ടങ്ങൾക്കുള്ള തയ്യാറെടുപ്പിനുള്ളതാണ്. പരിശീലനവും അതുവഴി ആത്മവിശ്വാസവും വീണ്ടെടുക്കാനുള്ള ദിനങ്ങൾ. ലോകകപ്പിലെ യഥാർത്ഥ ആവേശം ഇനിയുള്ള മത്സരങ്ങളിലാണ്. ജയപരാജയങ്ങൾ നിർണായകമാകുന്ന ദിവസങ്ങൾ. ഇനിയും പിറന്നു വീഴാൻ റെക്കോർഡുകൾ ഏറെ. ചില താരങ്ങൾക്ക് ഇനിയുള്ള മത്സരങ്ങൾ പടിയിറക്കത്തിൻ്റേത്, മറ്റു ചിലർക്ക് കരിയറിൽ മികച്ച നേട്ടമുണ്ടാക്കാനുള്ളതും. കൂടുതൽ ആവേശ കാഴ്ചകളിലേക്ക് കാത്തിരിക്കാം. ഓസ്ട്രേലിയ ക്രിക്കറ്റ് ധമാക്കയുമായി നാളെ വീണ്ടും കാണാം. ജയ് ഹിന്ദ്.